ഞാനൊരു കടുത്ത രാജുവേട്ടൻ ആരാധകനാണ്. ആൻഡ് അൺഫോർച്യുനേറ്റ്ലി പുള്ളിയുടെ പടത്തിന് ട്രെയിലറൊക്കെ ഇറങ്ങുമ്പോൾ ഞാനിവിടെ സ്ഥലത്തുണ്ടാവാറില്ല. ഖലീഫ റിലീസായ സമയത്ത് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഇന്നലെ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഇന്നലെ പോർട്രേറ്റ് എന്ന് പറഞ്ഞ മോഹൻലാലിൻ്റെയും മമ്മൂക്കേൻ്റെയും പടം, അതിൻ്റെ കൂടെയാണ് ഈ ട്രെയിലർ റിലീസായത്. ആൻഡ് അൺഫോർച്യുനേറ്റ്ലി എനിക്ക് ആ മൂവി കാണാൻ പറ്റിയില്ല. അതിന് ഭയങ്കര മിക്സഡ് റിവ്യൂസ് ഒക്കെയാണ് വരുന്നത്. എന്താണ് അവസ്ഥ നമുക്ക് കണ്ടിട്ട് തീരുമാനിക്കാം. അതോടെ കറക്കട്ടെ. ഭയങ്കര ബിസി ആയിപ്പോയി. സോ ഈ പടത്തിൻ്റെ ട്രെയിലർ ഇന്നലെ റിലീസായി. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആൻഡ് എന്തായാലും കാണുകയാണെങ്കിൽ റിയാക്ഷൻ ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ട് തന്നെയായിരുന്നു ഞാൻ ഇത്രയും നേരം വെയിറ്റ് ചെയ്തത്. സോ ട്രെയിലർ ഞാൻ കണ്ടിട്ടില്ല. ഐ നോബഡി എന്ന് പറയുന്ന പടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിലെ റൈറ്റർ ആൻഡ് ഡയറക്ടർ, ഇവരൊരു കോമ്പിനേഷൻ. നമ്മുടെ മമ്മൂക്കേൻ്റെ റോഷാക്ക് പടം, പൊന്നു മക്കളെ, ആ പടത്തിന് പല അഭിപ്രായങ്ങൾ ഉണ്ടാവാം, ബട്ട് എനിക്ക് ആ സിനിമ പൊള്ളിപ്പടം, അടിപൊളി പടം. അത് തന്നെയാണ് എനിക്ക് സിനിമയിലേക്ക് ഭയങ്കരമായിട്ട് ഒത്തുനോക്കുന്നത്. ഈ പടം എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടി. ആൻഡ് ഈ സിനിമയുടെ പേര് വെച്ചിട്ട് ഒരു ഇംഗ്ലീഷ് പടം ഉണ്ട്, നോബഡി. എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. ബെറ്റർ കോൾ സോളിലെ നടനാണ് മോനെ. അതൊരു മസ്റ്റ് വാച്ച് പടമാണ്. കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ പോയി കണ്ടോ. നോബഡി ഈ സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ല, ബട്ട് ആ സെയിം പേരാണ്. ആൻഡ് ഈ സിനിമേൻ്റെ പേര് ഐ നോബഡി എന്നാണ്. മേ ബി കോപ്പിറൈറ്റിൻ്റെ പ്രശ്നമോ പേറ്റന്റ് ഇഷ്യൂസ് കാരണമായിരിക്കും അവർ ആ പേരിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവർ ആദ്യമേ ഐ നോബഡി തന്നെയായി കിട്ടുണ്ടാവുക. നമുക്ക് കൂടുതൽ ഡിലേ അടിപ്പിക്കാതെ ട്രെയിലർ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. 3, 2, 1 ബും. സുപ്രിയ മേനോ. അമ്മ പറഞ്ഞു പപ്പ അടി കൂടാൻ പോയിട്ടാണ്. ആണോ പപ്പ? എന്റെ മോനെ കേട്ട് ത്രില്ലറാണോ പടം? എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. എന്നാ ഷോട്ടല്ല നേരത്തെ കണ്ട് അല്ലേ? ആ ഫിംഗർ പ്രിന്റ്സും ഓരോ ഷോട്ടുകൾ ഇത് ഇരുന്ന് കണ്ടാൽ കുറെ ഡീകോഡ് ചെയ്യണ്ട. നമുക്ക് ബാക്കി കാണാം. മടുത്തു. പിന്നെ വേറെ ഏത് കഥ വേണം? വെളിച്ചന്റെ കഥ മതി. ഒരു കഥയുണ്ട്, പറയട്ടെ. പക്ഷെ ഹോട്ടൽസരം വേണ്ട. രാജീവൻ ബാങ്കിലേക്ക് എന്തോ കാര്യത്തിന് വരും. കൊടും ക്രിമിനലുകളായ 3 പേരെ ഉദ്യോഗസ്ഥൻ എങ്ങനെയോ കണ്ടെത്തുന്നു. ആ സമയത്ത് അവന്മാർ 3 പേരും അകത്തേക്ക് കയറി വരും. ബാങ്ക് ഹൈസ്റ്റ് ആണോ പടം? എന്റെ മോനെ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. കണ്ടിരിക്കുന്നവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അവന്മാർ എന്നിട്ട് അടിയും വാങ്ങിച്ച് അവന്മാരനെ പിടിച്ചോണ്ട് പോകുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ തന്നെ ഉണ്ടാക്കി. അവന്മാരെ സാറേ കൊണ്ടുപോയാ? വല്ല VIP ആണോ? ഒരു നോബഡി. വിജയകരമായി അങ്ങനെ ഒരു ബാങ്ക് മോഷണം നടപ്പിലാവും. പോലീസും നാട്ടുകാരും ത്രില്ലർ കിട്ടില്ലൻ ട്രെയിലർ. വഴിനീളെ 17 കോടിയും തപ്പി നടക്കുമ്പോൾ നമ്മുടെ ഈ ഉദ്യോഗസ്ഥൻ ആ കട്ട കാശും കൊണ്ട് തന്റെ ഭാര്യയുമായി സുഖിക്കുകയായിരുന്നു. അയാളുടെ കയ്യിൽ നിന്ന് നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റില്ല. നല്ല പണിയെടുക്കേണ്ടി വരും. ജൂലൈ. മാൻ കീ ട്രെയിലർ. ജെയ്ക്സ് ബിജോയിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും നല്ല കട്ട് താരാ. ട്രെയിലർ കട്ടാരാണ്. അതൊന്നും പറയുന്നില്ലല്ലോ. എന്തായാലും കിട്ടിലൻ ട്രെയിലർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ടീസർ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ രാജുവേട്ടൻ്റെ ഇതുപോലത്തെ വെറൈറ്റി പടങ്ങൾ വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് ഓക്കെ, ട്രെൻഡിങ് ഓൺ നമ്പർ 2 ഇന്നലെ റിലീസായതാണ്. ഇഷ്ടംപോലെ പേര് കണ്ടിട്ട് എനിക്കത് ഭയങ്കര ലേറ്റാണ് വീഡിയോ. ഐ റിയലി ഡോണ്ട് കെയർ. ഐ റിയലി ലവ് ദിസ് ടീസർ. ആൻഡ് ജൂലൈയിലാണ് റിലീസ്. സിനിമ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. നിങ്ങൾ നോബഡി സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഇതുപോലെ തന്നെയാണ്. ഒരു സാധാരണക്കാരനാണ്. ആരാ എന്താണെന്നൊന്നും ആർക്കറിയില്ല. ആ സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ല. ട്രെയിലർ കണ്ടിട്ട് ഇതൊരു ഹൈസ്റ്റാണ്. അത് കംപ്ലീറ്റ് ആക്ഷൻ ജോൺ വിക്ക് പടങ്ങൾ പോലത്തെ പടമാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ബൈ.